ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ലേണിംഗ് വെക്റ്റർ ക്വാണ്ടൈസേഷൻ ആണ് പഠിച്ചത്. ഇനി അതിൻ്റെ ഇംപ്രൂവ്മെൻറ്റ്സ് ആണ് പറയുന്നത്. അപ്പോൾ ഇംപ്രൂവ്മെൻറ്റ്സിൻ്റെ അകത്ത് മെയിനായിട്ട് LVQ2, LVQ2.1 അതുപോലെ തന്നെ LVQ3 മൂന്ന് വേരിയൻസ് ആണ് നമ്മൾ പറയുന്നത്. അത് കൊഹനൻ തന്നെയാണ് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് ഈ മൂന്ന് വേരിയൻസും. അതുപോലെ തന്നെ ഇൻ LVQ algorithm only the reference vector that is closest to the input vector is updated അല്ലേ. അപ്പോൾ നമ്മൾ ഇൻപുട്ട് വെക്ടറിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ള ആ ഇതാണ് വെയിറ്റ് ആണ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മളൊരു വിന്നറിനെ എടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു റണ്ണർ അപ്പിനെ എടുക്കും. അതായത് ഏതാണോ വിന്നർ ക്ലാസ് എന്ന് എടുക്കും, അതുപോലെ തന്നെ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള മറ്റേ ക്ലാസ്സും നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ വിന്നറിനെയും കൺസിഡർ ചെയ്യും, അതുപോലെ തന്നെ റണ്ണർ അപ്പിനെയും കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് കറണ്ട് ഇൻപുട്ട് വെക്ടർ, നമ്മൾ ഏതാ വെക്ടറാണോ കൊടുക്കുന്നത് പാറ്റേൺ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഇൻപുട്ട് വെക്ടറാണ് എക്സ് എന്ന് പറയുന്നത്. ദെൻ വൈ സി എന്ന് പറയുന്നത് വെയിറ്റ് ഓർ റെഫറൻസ്, നമ്മൾ കൊടുക്കുന്ന വെയിറ്റ് ഓർ റെഫറൻസ് വെക്ടർ ദാറ്റ് ഈസ് ക്ലോസസ്റ്റ് ടു എക്സ്, അതായത് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന എക്സിന് ക്ലോസസ്റ്റ് ആയിട്ടുള്ളത്, അതായത് അതാണ് വിന്നർ എന്ന് പറയുന്നത്, ക്ലോസസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ആ ക്ലോസസ്റ്റിൻ്റെ വെയിറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് വൈ സി എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, ദ വെയിറ്റ് വെക്ടർ ഓഫ് ദ വിന്നർ ന്യൂറോൺ ഇൻ ദ ഔട്ട്പുട്ട് ലെയർ. ഇനി വൈ ആർ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. വൈ ആർ എന്ന് പറയുന്നത് വെയിറ്റ് ഓർ റെഫറൻസ് വെക്ടർ ദാറ്റ് ഈസ് നെക്സ്റ്റ് ക്ലോസ് ടു എക്സ്, അതായത് നിയറസ്റ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ വിന്നറായിട്ട് എടുത്തു, അതിൻ്റെ നെക്സ്റ്റ് ക്ലോസ് ആയിട്ടുള്ളത്, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റണ്ണർ അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വൈ സി എന്ന് പറയുന്നത് ക്ലോസസ്റ്റ് ആയിട്ടുള്ളത്, അത് വിന്നറാണ്. വൈ ആർ എന്ന് പറയുന്നത് റണ്ണർ അപ്പ് ആണ്, അങ്ങനെ ഓർമ്മിച്ചാൽ മതി. സി എന്ന് പറയുന്നത് ക്ലോസസ്റ്റ്, ആർ എന്ന് പറയുന്നത് റണ്ണർ അപ്പ്. ഇനി ഡി സി എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒന്ന് പറയുന്നത് ക്ലോസസ്റ്റ് ആയിട്ടുള്ളത്, അതായത് വിന്നറും ആയിട്ടുള്ള ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ ഡി ആർ എന്ന് പറയുന്നത് റണ്ണർ അപ്പും ആയിട്ടുള്ള ഡിസ്റ്റൻസ്. ഈ രണ്ട് ഡിസ്റ്റൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ബോത്ത് വെക്ടേഴ്സ് ആർ അപ്ഡേറ്റഡ് ഇഫ് ഓൾ ദ ഫോളോയിങ് 3 കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഈ വെക്ടേഴ്സ് അപ്ഡേറ്റ് ചെയ്യുന്നത് താഴെ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്താണ്. ഓക്കെ, ഒന്നാമത്തെ കണ്ടീഷൻ നോക്കുക. ദ വിന്നിംഗ് ന്യൂറോൺ ആൻഡ് ദ റണ്ണർ അപ്പ് റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് കാറ്റഗറീസ്, അതായത് വൈ സി വൈ ആർ റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് കാറ്റഗറീസ്. രണ്ടും ഡിഫറെൻറ്റ് കാറ്റഗറീസ് ആയിരിക്കണം. റണ്ണർ അപ്പ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആയിരിക്കണം, അതുപോലെ തന്നെ വിന്നർ എന്ന് പറയുന്നത് വേറെ ക്ലാസ് ആയിരിക്കണം. അങ്ങനെയാകുമ്പോഴാണ് ഇതിൻ്റെ അപ്ഡേഷൻ നടക്കുന്നത്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ഇൻപുട്ട് വെക്ടർ ബിലോങ്സ് ടു ദ കാറ്റഗറി ആസ് ദ റണ്ണർ അപ്പ്, ദാറ്റ് ഈസ് എക്സ് ബിലോങ്സ് ടു ദ സെയിം കാറ്റഗറി ആസ് വൈ ആർ. അതായത് എക്സും റണ്ണറപ്പും സെയിം കാറ്റഗറി ബിലോങ്സ് ചെയ്യണമെന്ന് പറയുന്നത്. ഇൻപുട്ട് വെക്ടർ ബിലോങ്സ് ടു ദ കാറ്റഗറി ആസ് ദ റണ്ണറപ്പ്. ഇൻപുട്ട് വെക്ടർ എന്താ, വൈ ആർ, അതായത് റണ്ണറപ്പിൻ്റെ കാറ്റഗറിയിൽ ബിലോങ്സ് ചെയ്തിട്ടായിരിക്കണമെങ്കിൽ. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ഡിസ്റ്റൻസ് ഫ്രം ദ ഇൻപുട്ട് വെക്ടർ ടു ദ വിന്നർ ആൻഡ് ഫ്രം ദ ഇൻപുട്ട് വെക്ടർ ടു ദ റണ്ണറപ്പ് ആർ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ. അതായത് ഇൻപുട്ട് വെക്ടറും വിന്നറും അതുപോലെ തന്നെ ഇൻപുട്ട് വെക്ടറും റണ്ണറപ്പും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കണം എന്നുള്ളത്. ദ സ്പെസിഫിക് കണ്ടീഷൻ ഈസ് ആസ് ഫോളോസ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ആണ് പറയുന്നത്. അപ്ഡേറ്റ് വെയിറ്റ് ഓഫ് ദ ബോത്ത് വിന്നർ ആൻഡ് റണ്ണറപ്പ്. ഈ കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് വെയിറ്റ്, അതായത് വിന്നറിൻ്റെയും അതുപോലെ തന്നെ റണ്ണറപ്പിൻ്റെയും വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇനി നമുക്ക് ഡിസ്റ്റൻസ് നോക്കാം. ഇവിടെ ഡി സി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം, നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ഡിസ്റ്റൻസ് ഫ്രം എക്സ് ടു വൈ സി ആണ്. ഡി ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഫ്രം എക്സ് ടു വൈ ആർ ആണ്. ഇനി ഡി സി ബൈ ഡി ആർ ഗ്രേറ്റർ ദാൻ 1 മൈനസ് എപ്സിലോൺ ആൻഡ് ഡി ആർ ബൈ ഡി സി ലെസ് ദാൻ 1 പ്ലസ് എപ്സിലോൺ. ഇവിടെ എപ്സിലോൺ ഡിപ്പെൻഡ്സ് ഓൺ ദ നമ്പർ ഓഫ് ട്രെയിനിങ് സാമ്പിൾസ് ആണ്. ഫോർ എക്സാമ്പിൾ എപ്സിലോൺ 0.3 ആണ് കൊടുത്തിരിക്കുന്നുണ്ടെങ്കിൽ കണ്ടീഷൻ, നമ്മൾ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താവും, ഡി സി എന്ന് പറയുന്നത് 1 മൈനസ് എപ്സിലോൺ, ഡി സി ബൈ ഡി ആർ എന്ന് പറഞ്ഞാൽ 1 മൈനസ് എപ്സിലോൺ ആണല്ലോ. അപ്പോൾ 1 മൈനസ് 0.3 വരും. 1 മൈനസ് 0.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.7 വരും. അപ്പോൾ ഡി സി എന്ത് വരും, ഡി സി ഗ്രേറ്റർ ദാൻ 0.7 ഇൻറ്റു ഡി ആർ, ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 0.7 ഇൻറ്റു ഡി ആർ വരും. അതുപോലെ തന്നെ ഡി ആർ ലെസ് ദാൻ എന്ത് വരും, 0.7 ഇൻറ്റു ഡി സി വരും. സോറി, ഇവിടെ 1 പ്ലസ് ആണ്. 1 പ്ലസ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 0.3 വരുമ്പോൾ 1.3 വരും. 1.3 ഡി സി എന്ന് വരും. ഇതാണ് കണ്ടീഷൻ വരുന്നത്. ഓക്കെ,
അപ്പോൾ ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഡി സിൻ്റെയും ഡി ആറിൻ്റെയും പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. ഡി സി എന്ന് പറയുന്നത് എന്താ 0.7 ഡി ആർ ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഡി ആർ എന്ന് പറയുന്നത് ലെസ് ദാൻ 1.3 ഡി സി എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ കാൽക്കുലേഷൻ വെയിറ്റ് അപ്ഡേഷൻ്റെ കാൽക്കുലേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്താണ് നമ്മളിത് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വൈ സി, അതായത് വിന്നിങ്ങിൻ്റെ T+1 നെക്സ്റ്റ് ലെവലിലുള്ള വെയിറ്റ് എത്രയാണെന്ന് നോക്കുന്നത്. അപ്പോൾ വിന്നിങ്ങിൻ്റെ ഈ ലെവലിലുള്ളത്, അതായത് വൈ സി ഓഫ് T+1 ഈക്വൽ ടു വൈ സി ഓഫ് ടി. ഇപ്പോൾ കറൻറ്റിലുള്ള എന്താണോ വെയിറ്റ് അത് മൈനസ് ആൽഫ ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് വൈ സി ഓഫ് ടി. അത് കറൻ്റ്ലി ഉള്ളതിൻ്റെ വെയിറ്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് മൂവ് വെയിറ്റ് വെക്റ്റർ എവേ ഫ്രം ദ ഇൻപുട്ട് വെക്റ്റർ. ഇൻപുട്ട് വെക്റ്ററിൻ്റെ അകത്തുനിന്നും കുറച്ചും കൂടി ഫാർദസ്റ്റ് ആയിട്ടുള്ള പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. ഇനി ഇവിടെയാണ് വരുന്നതെങ്കിൽ വൈ ആർ, അതായത് നമ്മളെ റണ്ണറപ്പറിൻ്റെയാണ് T+1 ഈക്വൽ ടു വൈ ആർ ഓഫ് ടി. പ്രീവിയസ്ലി എന്താണോ വൈ ആർ ഉണ്ടായിരുന്നത് അത് പ്ലസ് ലേണിംഗ് റേറ്റ് ആൽഫ ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി, കറൻ്റ്ലി ഉള്ള ഇൻപുട്ട് വെക്റ്റർ മൈനസ് കറൻ്റ്ലി ഉള്ള റണ്ണറപ്പിൻ്റെ വെയിറ്റ്, അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്ലസ് ആയതുകൊണ്ട് ഇൻപുട്ട് വെക്റ്ററിൻ്റെ ടുവേർഡ്സ് ആണ് മൂവ് ചെയ്യുന്നത്. ഇത് മൈനസ് ആയതുകൊണ്ട് ഇൻപുട്ട് വെക്റ്ററിൻ്റെ അകത്തും എവേ ആണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് വേരിയൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് വേരിയൻ്റ് നോക്കാം. സെക്കൻഡ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ അത് എന്ത് ചെയ്യുന്നു, നമ്മൾ കൺസിഡർ ടു ക്ലോസസ്റ്റ് റെഫറൻസ് വെക്റ്റേഴ്സ് YC1ഉം അതുപോലെ തന്നെ YC2, രണ്ട് ക്ലോസസ്റ്റ് ആയിട്ടുള്ള റെഫറൻസ് വെക്റ്ററാണ്. അത് രണ്ട് വിന്നിങ് വെക്റ്ററും അതിൻ്റെ നിയർ ക്ലോസ് ആയിട്ടുള്ള ഒരു വെക്റ്ററുമാണ് ചൂസ് ചെയ്യുന്നത്. ദെൻ ദ റിക്വയർമെൻറ്റ് ഫോർ അപ്ഡേറ്റിംഗ് ദീസ് വെക്റ്റർ ഈസ് ദാറ്റ് വൺ ഓഫ് ദം ബിലോങ്സ് ടു ദ കറക്റ്റ് ക്ലാസ്. അതായത് ഈ YC1 അല്ലെങ്കിൽ YC2 എന്ന് പറയുന്ന ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ക്ലാസ്സിൽ ബിലോങ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ദ കറൻറ്റ് ഇൻപുട്ട് വെക്റ്റർ എക്സിൻ്റെ ക്ലാസ് ഏതാണോ അതേ ക്ലാസ്സിൽ ബിലോങ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദ അതർ ഡസ് നോട്ട് ബിലോങ്സ് ടു ദ സെയിം ക്ലാസ് ആസ് എക്സ്. അതായത് YC2 എന്ന് പറയുന്നത് ആ ക്ലാസ്സിൽ ബിലോങ് ചെയ്യാൻ വേണ്ടി പാടില്ല. നിയർ ആയിട്ടുള്ള വെക്റ്റേഴ്സ് ആയിരിക്കണം, ക്ലോസ് ഇനഫ് ആയിരിക്കണം, ബട്ട് അതിലൊരെണ്ണം കറക്റ്റ് ക്ലാസ്സിലായിരിക്കണം, മറ്റേത് കറക്റ്റ് ക്ലാസ്സിൽ ആവാൻ വേണ്ടി പാടില്ല. ഓക്കെ, നോട്ട് ദാറ്റ് വി ഡു നോട്ട് കെയർ വെദർ എക്സ് ഈസ് ക്ലോസർ ടു YC1 ഓർ YC2. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. എക്സ് YC1 ക്ലോസർ ആണോ YC2 ക്ലോസർ ആണോ എന്നൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. അഗൈൻ ഇറ്റ് ഈസ് ഓൾസോ റിക്വയർഡ് ദാറ്റ് എക്സ് ഫോൾ ഇൻ ദ വിൻഡോ ഇൻ ഓർഡർ ഫോർ എൻ അപ്ഡേറ്റ് ടു ഒക്കർ ആസ് ഫോളോസ്. അപ്പം നമ്മൾ ചെക്ക് ചെയ്യുന്നത് ഇതിൻ്റെ അകത്ത് രണ്ട് കണ്ടീഷൻസ് ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടീഷൻ നോക്കുക. മിനിമം ഓഫ് DC1/DC2 അതുപോലെ തന്നെ DC2/DC1. ഇത് നേരത്തെ രണ്ട് ഡിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായില്ല, അതുപോലെ ആ രണ്ട് ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൻ്റെ അകത്ത് മിനിമം ഡിസ്റ്റൻസ് ഏതാണ് DC1/DC2ലും അതുപോലെ തന്നെ DC2/DC1ഉം മിനിമം ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ 1 - എപ്സിലോൺ. അതുപോലെ തന്നെ മാക്സിമം ഡിസ്റ്റൻസ്, ഇത് രണ്ടെണ്ണം കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന മാക്സിമം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 + എപ്സിലോൺ ആണെങ്കിൽ, ഈ രണ്ട് കണ്ടീഷൻസ് മെറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ആൻഡ് സപ്പോസ് YC1 ബിലോങ്സ് ടു ദ കറക്റ്റ് ക്ലാസ്. YC1 കറക്റ്റ് ക്ലാസ്സിലാണ്. ദ റെഫറൻസ് വെക്റ്റർ ദാറ്റ് ബിലോങ്സ് ടു ദ സെയിം ക്ലാസ് ആസ് എക്സ് ഈസ് അപ്ഡേറ്റഡ്. അതായത് ഈ രണ്ട് കണ്ടീഷൻസ് മെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ YC1 ബിലോങ്സ് ടു കറക്റ്റ് ക്ലാസ് ആയിരിക്കണം. അതായത് റെഫറൻസ് വെക്റ്റർ ദാറ്റ് ബിലോങ്സ് ടു സെയിം ക്ലാസ് ആസ് എക്സ്, എക്സിൻ്റെ സെയിം ക്ലാസ്സിലാണ് റെഫറൻസ് വെക്റ്റർ ബിലോങ്സ് ചെയ്യുന്നതെങ്കിൽ വെയിറ്റ് അപ്ഡേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല എന്ന് പറയുന്നത് YC1 ഓഫ് T+1. അതായത് ഇപ്പോഴത്തെ YC1 ബിലോങ്സ് ടു കറക്റ്റ് ക്ലാസ് ആണ്, അതുകൊണ്ടാണ് YC1ൻ്റെ T+1 കണ്ടുപിടിക്കുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു YC1 ഓഫ് ടി. അതായത് കറൻ്റ്ലി YC1ൻ്റെ ടി വാല്യൂ എത്രയാണുള്ളത് അത് പ്ലസ് കറൻ്റ്ലി ഉള്ള ലേണിംഗ് റേറ്റ് ഇൻറ്റു കറൻ്റ്ലി ഉള്ള ഇൻപുട്ട് വാല്യൂ മൈനസ് കറൻ്റ്ലി ഉള്ള വെയിറ്റ് വാല്യൂ. ഇതാണ് ആ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഡിഫറെൻറ്റ് ക്ലാസ്സസിലാണ് ബിലോങ് ചെയ്യുന്നത്, അതായത് സെയിം ക്ലാസ്സിലല്ല എക്സിന് ബിലോങ് ചെയ്യുന്നതെങ്കിൽ, രണ്ട് കണ്ടീഷനാണല്ലോ നമ്മൾ പറഞ്ഞത്, ഒന്ന് സെയിം ക്ലാസ്സിൽ വരാം അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്ലാസ്സിൽ വരാം. ഇനി റെഫറൻസ് വെക്റ്റർ ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ സെയിം ക്ലാസ് ആസ് എക്സ് ആണെങ്കിൽ അപ്ഡേഷൻ എന്ന് പറയുന്നത് YC2 ആണ്. അതായത് YC1 ആണ് സെയിം ക്ലാസ്സിൽ വരുന്നത്, YC2 എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ക്ലാസ്സിൽ വരുന്നതാണ്. YC2 ഓഫ് T+1 നെക്സ്റ്റ് ലെവലിലേക്കുള്ള വെയിറ്റ് എന്ന് പറയുന്നത് YC2 ഓഫ് കറൻറ്റ് ലെവലിലേക്കുള്ള വെയിറ്റ് മൈനസ് കറൻറ്റ് ലേണിംഗ് റേറ്റ് ഇൻറ്റു എക്സ് ഓഫ് ടി മൈനസ് കറൻ്റ്ലി ഉള്ള ഇൻപുട്ട് വാല്യൂ മൈനസ് കറൻ്റ്ലി
ഉള്ള ഡിഫറൻസ് റേറ്റ് വരുന്നത് YC2 ആണ് ഇൻറ്റു ടി ഓഫ് ടി, അതായത് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ആ വെയിറ്റ് വാല്യൂവിൻ്റെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഇക്വേഷൻ നമ്മൾ നേരത്തെ ചെയ്ത് തന്നെയാണ്, അതിൻ്റെ ആ അറേഞ്ച്മെൻറ്റിലുള്ള മാറ്റം മാറ്റില്ല. ഇവിടെ സെയിം ക്ലാസ് ആണ് വരുന്നതെങ്കിൽ YC1 ആണ് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസ് ആണ് വരുന്നതെങ്കിൽ നമ്മൾ YC2 ആണ് യൂസ് ചെയ്യുന്നത്. മൂവ് വെക്റ്റർ വെയിറ്റ് വെക്റ്റർ എവേ ഫ്രം ദ ഇൻപുട്ട് വെക്റ്ററിൻ്റെ അകത്തും എവേ ആക്കുന്നത്, അതായത് നമ്മൾ ഡിഫറെൻറ്റ് ക്ലാസ് ആണ്, അതുകൊണ്ടാണ്. സെയിം വെക്റ്റർ ആണ് വരുന്നുണ്ടെങ്കിൽ ഇൻപുട്ട് വെക്റ്ററിൻ്റെ നിയറിലേക്കാണ് വെയിറ്റിന് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്, അത് ഓർമ്മിക്കണം. മൈനസ് വരുമ്പോഴെപ്പോഴും നമ്മൾ എവേ ആണ് പോകുന്നത്, പ്ലസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും നിയർ ടു ഇൻപുട്ട് ആണ് പോകുന്നത്. ഓക്കെ, ഇനി LVQ3 ഉണ്ട്, നെക്സ്റ്റ് വേരിയൻ്റ് വരുന്നത്, അതിൻ്റെയും ഇക്വേഷൻ ഉണ്ട് ഇതുപോലെ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, allow the two closest vectors to learn if the following condition is met. അതായത് ടു ക്ലോസസ്റ്റ് വെക്റ്റേഴ്സിനെ എടുക്കും, എന്നിട്ട് ഈ ഫോളോയിങ് കണ്ടീഷൻ മെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിൻ്റെ വെയിറ്റ് അപ്ഡേഷൻസ് നടത്താൻ വേണ്ടി പറ്റും. അപ്പോൾ കണ്ടീഷൻ നോക്കുക, മിനിമം ഓഫ് DC1/DC2, രണ്ട് ഡിസ്റ്റൻസ് ആണ് എടുക്കുന്നത് നമ്മൾ, DC1/DC2 അതുപോലെ തന്നെ DC2/DC1, അതായത് DC1 ഫസ്റ്റത്തെ ഡിസ്റ്റൻസ് ബൈ സെക്കൻഡ് ഡിസ്റ്റൻസിൻ്റെ വാല്യൂം, അതുപോലെ തന്നെ സെക്കൻഡ് ഡിസ്റ്റൻസ് ബൈ ഫസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ വാല്യൂം എടുക്കും. ആ രണ്ട് വാല്യൂമിലുള്ള മിനിമം വാല്യൂ, ആ മിനിമം വാല്യൂ ഗ്രേറ്റർ ദാൻ 1 - എപ്സിലോൺ ഇൻറ്റു 1 + എപ്സിലോൺ ആണെങ്കിൽ, അപ്പോൾ എപ്സിലോണിൻ്റെ വാല്യൂ നമ്മൾ ചൂസ് ചെയ്യുന്നതാണ്. സപ്പോസ് നമ്മൾ ഒരു ടിപ്പിക്കൽ വാല്യൂ 0.2 ആണ് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 - 0.2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8 വരും. അതുപോലെ തന്നെ 1 + 0.2 എന്ന് പറയുമ്പോൾ 1.2 വരും. 1.2 ഇൻറ്റു 8 എന്നുള്ളൊരു വാല്യൂ ആണ് വരുന്നത്. ആ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂവിനേക്കാളും ഗ്രേറ്റർ ആണ് ഈ മിനിമം ഡിസ്റ്റൻസ് എങ്കിൽ, അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ കണ്ടീഷൻസ് ചെക്ക് ചെയ്യുന്നത്, അതായത് നമ്മൾ ഇതിൻ്റെ അപ്ഡേഷൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇഫ് വൺ ഓഫ് ദ ടു ക്ലോസസ്റ്റ് വെക്റ്റേഴ്സ് YC1 belongs to the same class as the input vector and the other YC2 belongs to different class, the weight updates are as LVQ2.1. അതായത് നമ്മൾ രണ്ട് വെക്റ്റേഴ്സ് എടുത്തു, രണ്ട് വെക്റ്റേഴ്സിൻ്റെ അകത്ത് ഒരെണ്ണം സെയിം ക്ലാസ്സിലും മറ്റേത് ഡിഫറെൻറ്റ് ക്ലാസ്സിലുമാണ് ബിലോങ് ചെയ്യുന്നത്. നമ്മൾ LVQ2.1 വെച്ചിട്ടാണ് അപ്ഡേഷൻ നടത്തുന്നത്, നേരത്തെ തൊട്ട് മുന്നേ ചെയ്തത്. ബട്ട് ഇഫ് YC1 ആൻഡ് YC2 ബിലോങ്സ് ടു സെയിം ക്ലാസ്, ഇപ്പം നമ്മൾ പറയുന്നത് രണ്ടും സെയിം ക്ലാസ്സിൽ ബിലോങ് ചെയ്യുന്നതാണെങ്കിൽ ദ വെയിറ്റ് അപ്ഡേഷൻ എന്ന് പറയുന്നത് YC(T+1), അതായത് ഒരു അപ്ഡേഷൻ, രണ്ടും സെയിം ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് ഒറ്റൊരു അപ്ഡേഷൻ മതി, C1നും C2നും ഡിഫറെൻ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഒറ്റ അപ്ഡേഷൻ എന്ന് പറയുന്നത് YC(T+1) ഈക്വൽ ടു YC(T) കറൻറ്റ് പ്രീവിയസ്ലി ഉള്ള വാല്യൂ പ്ലസ് β(T) ഇൻറ്റു X(T) മൈനസ് YC(T). കറൻ്റ്ലി നേരത്തെ ഉണ്ടായിരുന്ന വെയിറ്റ് എത്രയാണോ അതിൻ്റെ വെച്ചിട്ടാണ് അപ്ഡേഷൻ നടത്തുന്നത് എവിടെയായാലും. ഫോർ ബോത്ത് YC1 ആൻഡ് YC2 ദ ലേണിംഗ് റേറ്റ് β(T), നമ്മൾ α(T) എന്നാണ് നേരത്തെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ β(T) ഈക്വൽ ടു M ഇൻറ്റു α(T) ആണ്. വേർ M എന്ന് പറയുന്നത് 0.1നും 0.5നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും ചൂസ് ചെയ്യുന്നത്. ഓക്കെ, the modification to the learning process ensures that the weights continue to approximate the class distributions and prevents the codebook vector from moving away from their optimal placement if learning continues. അപ്പോൾ മോഡിഫിക്കേഷൻ, ഈ ലേണിംഗ് പ്രോസസ്സിൻ്റെ മോഡിഫിക്കേഷൻ, അതായത് LVQ2 LVQ3 ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് പറയുന്നത് ഇതിൻ്റെ നമ്മളെ കോഡ് ബുക്ക്, അതായത് നമ്മളെ റെഫറൻസ് വെക്റ്റർ കറക്റ്റായിട്ട് അപ്ഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മെത്തേഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓരോത്തിലും ഓരോ ടൈപ്പിലാണ് നമ്മൾ വെയിറ്റ് അപ്ഡേഷൻ നടത്തുന്നത് അല്ലേ. അപ്പോൾ ഓരോ ഡിഫറൻസ് കണ്ടീഷൻ വരുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് വെയിറ്റ് അപ്ഡേഷൻ ചെയ്യേണ്ടതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 3 ഇമ്പ്രൂവ്മെൻറ്റ്സ് LVQ2ഉം 2.1ഉം 3 എന്ന് പറയുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് വരുന്നതാണ്. LVQ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ LVQൻ്റെ ഇത്രയും കണ്ടീഷൻസ് ഒരുമിച്ചാണ് എഴുതേണ്ടത്. ഓക്കെ.